ഹല്ലേലൂയ. അടയാളങ്ങൾ കാണുന്നുണ്ടേ, ഒരുങ്ങിയിട്ടുണ്ടോ നീ? മധ്യവാനിയിലേശു വെളിപ്പെടുമേ. അടയാളങ്ങൾ കാണുന്നുണ്ട്, ഒരുങ്ങിയിട്ടുണ്ടോ നീ? മധ്യവാനിയിലേശു വെളിപ്പെടുമേ. കാഹളനാദം നീ കേൾക്കും മുൻപേ, കാഹളനാദം നീ കേൾക്കും മുൻപേ, പാത്രങ്ങളിൽ എണ്ണ വേഗം നിറച്ചു കൊള്ളേണമേ. മങ്ങുന്ന വിളക്കുകൾ തെളിയിക്കുക. പാത്രങ്ങളിൽ എണ്ണ വേഗം നിറച്ചു കൊള്ളേണമേ. മങ്ങുന്ന വിളക്കുകൾ തെളിയിക്കുക. അടയാളങ്ങൾ കാണുന്നുണ്ടേ, ഒരുങ്ങിയിട്ടുണ്ടോ നീ? മധ്യവാനിൽ യേശു വെളിപ്പെടുമേ. ആമേൻ. അടയാളങ്ങൾ കാണുന്നുണ്ടേ, ഒരുങ്ങിയിട്ടുണ്ടോ നീ? മധ്യവാനിൽ യേശു വെളിപ്പെടുമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. യിരെമ്യാ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യമാണ് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജെറമ്യാ ചാപ്റ്റർ 6 വേഴ്സ് 16. ഇവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അവരോ ഞങ്ങൾ അതിൽ നടക്കയില്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇതൊരു കുറിവാക്യമായി വായിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അല്പം കഴിഞ്ഞിട്ട് ഈ വാക്യത്തിലേക്ക് കടന്നു വരാം. ഇപ്രകാരം എനിക്കൊരു ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാനായിട്ട് ഈ ബെഥെസ്ദ പ്രയർ ലൈനിൽ കർത്താവിൻ്റെ ദാസൻ, ഞാൻ സ്നേഹിക്കുന്ന പ്രിയ ജോയിസങ്ങള് ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴായിട്ട് ദേവദാസൻ എന്നോട് പറഞ്ഞിരുന്നു, എന്നാൽ ഇങ്ങനൊരു അവസരം ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ടൈം ഇതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ലോക്കലിൽ നടക്കുന്ന മീറ്റിങ്ങിൽ പങ്കുചേർന്നിട്ടുണ്ട് ഒരിക്കൽ. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇന്ന് കൂടി വരുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ കുടുംബം ദൈവത്തിൻ്റെ കരങ്ങളിൽ വളരെ ശക്തമായിട്ട് ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാകിയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരിലൂടെ ദൈവം ചെയ്യുന്നതായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവം ധാരാളമായിട്ട് പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇവിടെ കടന്നു വന്നപ്പോഴേ നമ്മൾ ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു, പ്രാർത്ഥനകൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, വളരെ ഹൃദയസ്പർശകമായിട്ടുള്ളതായ സാക്ഷ്യങ്ങൾ, അനേക നീഡ്സുമായിട്ട് ദൈവസന്നിധാനത്തിൽ കടന്നു വന്നിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരോ പ്രാർത്ഥിച്ചപ്പോൾ ബെഥെസ്ദ കുളക്കരയിൽ കിടന്ന രോഗിയെ സൗഖ്യമാക്കിയ ദൈവം എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി തീർന്നത് എൻ്റെ മെസ്സേജിൻ്റെ ഒരു കൺഫർമേഷനും കൂടെയാണ്. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നാം ഒന്ന് കടന്നു പോവുകയാണ്. ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 14. അവിടെ ഇപ്രകാരം വായിക്കുന്നു: അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ചില ദിവസങ്ങൾക്ക് മുമ്പാണ് ജോയിസാങ്കള് എന്നോട് ഇന്ന് ദൈവവചനം സംസാരിക്കണമെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ മോർണിംഗ് മെഡിറ്റേഷനിൽ വേദവസം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ യാദൃശികമായിട്ട് ഈ ഭാഗം കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പം ബെഥെസ്ദ പ്രയർ മിനിസ്ട്രിയോടാണ് എനിക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഭാഗം എന്ന് വെച്ചാൽ, എനിക്കറിയാം 100 കണക്കിന് പ്രസംഗങ്ങൾ ഈ വേദഭാഗത്തെ ആസ്പദമാക്കി നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ എന്നെ പിന്നെയും ടച്ച് ചെയ്ത് നിർത്തിയത് കാരണം നമ്മളെ ഓർപ്പിച്ചുണർത്തുകയാണല്ലോ ദൈവവചനത്തിന്റെ ഉദ്ദേശം. അപ്പോൾ ഈ വാക്യം, അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, ഇനി അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറയുവാനായിട്ടാണ് ഇടയായി തീർന്നത്. ആ ഭാഗം എന്നെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് ഞാൻ അത് വീണ്ടും ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഓർത്തു, ആദ്യമേ ഞാൻ വിചാരിച്ചു ഈ ഭാഗത്തൊന്നും ഞാനൊന്നും പറയുന്നില്ല, കാരണം ഇത് ഈ പ്രയർ ഗ്രൂപ്പിന്റെ പേരായതുകൊണ്ട്. പിന്നീട് ഞാൻ ഓർത്ത് അതല്ല, ദൈവാത്മാവിധി കൂടെ സംസാരിപ്പാൻ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ദൈവം തരുന്ന ആലോചന പറഞ്ഞല്ലോ പറ്റൂ. അതുകൊണ്ട് ഒന്നും മറച്ചു വെക്കാതെ മുമ്പോട്ട് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സാഹചര്യം, ഈ നടക്കുന്ന സംഭവങ്ങളെ, കഥകള്, അതിന്റെ ആ ആരംഭഭാഗം മുതലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഈ ബെഥെസ്ദ കുളക്കരയ്ക്ക് പല മണ്ഡപങ്ങളുണ്ട്. ഇന്നിപ്പോ ഈ പ്രയർ നടന്നപ്പോഴും ഞാൻ ഓർത്തു,
ഈ നമ്മുടെ ഈ ഭാഗത്ത് നമ്മൾ ഈ കുളത്തെക്കുറിച്ച് പറയുമ്പോൾ ആ മണ്ഡപത്തിന്റെ വരയിൽ കിടക്കുന്ന കുറെ രോഗികളുടെ പേര് പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ ബെഥേസ്ദ പ്രയർ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഓർക്കുക, അന്ന് അവിടെ ഉണ്ടായിരുന്നതിലും കൂടുതൽ ആൾക്കാരാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അനേകർക്ക് കടന്നു പോകുന്ന അന്നത്തെ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല ഇന്ന് നമ്മൾ ജയിലിൽ കിടക്കുന്നവരെ കുറിച്ച് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. സുവിശേഷം മൂലം കഷ്ടം അനുഭവിക്കുന്നവരെ കുറിച്ച് ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു. പലതരത്തിലുള്ള രോഗങ്ങളിൽ കൂടെ, അന്ന് കേട്ടിട്ടില്ലാത്ത രോഗങ്ങളിൽ കൂടെ ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ദൈവത്തിനൊരു പ്രവൃത്തി ചെയ്യുവാൻ തന്നെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ കിടക്കുന്നത് കണ്ടിട്ട്, യേശു കാലം ഏറെ ആയെന്ന് കണ്ടിട്ട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ ആരും എനിക്കില്ല എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് താൻ പറയാണ്, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ യേശു ചോദിച്ച ചോദ്യത്തിനൊരു യെസ് ഓർ നോ മറുപടി പറയാതെ തന്റെ എക്സ്ക്യൂസ് താൻ എടുത്ത് മുമ്പോട്ട് വെക്കുകയാണ് യേശുവിന്റെ മുമ്പാകെ. എന്നാൽ യേശു കർത്താവ് എന്താണ് ചെയ്തത്? യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കെടുത്ത് നടന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഈ ഭാഗത്തെ കുറിച്ച്. ഞാനിതൊരു ഒരു ഇമാജിനറി ഇതായിട്ടാണ് പറയുന്നത്, മറ്റ് ഒന്നും ഫീൽ ചെയ്യരുത്. അന്നത്തെ കാലവും ഇന്നത്തെ കാലവുമായിട്ട് ഞാനൊന്ന് വെച്ച് ഒരു താരതമ്യം നടത്തി നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അന്ന് അനേകർ അവിടെ ഉണ്ട്. ദൂതൻ വല്ലപ്പോഴും ഒരു ഇടയ്ക്ക് വന്നാണ് വെള്ളം കലക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇറങ്ങുവാനായിട്ട് ഇദ്ദേഹത്തിന് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആരും ഇറക്കാനില്ലെന്നാണ് അദ്ദേഹം പറയുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, മാനുഷികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലരും കൂടുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യും? മിക്കവാറും അവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇതൊരു ഇമാജിനറി, ബൈബിളൊന്നും പറയുന്ന കാര്യമല്ല, ഞാൻ ഇമാജിൻ ചെയ്യുകയാണ്. അന്ന് അവിടെയും അന്നത്തെ കാലം ഇന്നത്തെ കാലവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഞാൻ പറയുകയാണ്, അന്ന് അവിടെയും ഒരു ഗ്രൂപ്പ് ചിലപ്പോൾ ഫോം ചെയ്ത് കാണുമായിരിക്കും. അപ്പോൾ ആ ഗ്രൂപ്പ് ഫോം ചെയ്ത് വെച്ചാൽ അവരതിനൊരു പേരിട്ട് കാണും. പൂൾ പേഷ്യൻസ് അസോസിയേഷൻ ഒരു പേരിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പും കൂടെ ചിലപ്പം തുടങ്ങി കാണും. PPA എന്നും പറഞ്ഞുകൊണ്ട്, പൂൾ പേഷ്യൻസ് അസോസിയേഷൻ. അപ്പോൾ അവിടെ അതിന് ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനൊരു പ്രസിഡന്റ് വേണമായിരിക്കും. അത് കഴിയുമ്പോൾ സെക്രട്ടറി വേണം, ഖജാൻജി വേണം. ഇങ്ങനെ പാടെ ഒരു വിഷയം ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇവിടെ കിടക്കുന്ന 38 വർഷമായി കിടക്കുന്ന ഇദ്ദേഹം പറഞ്ഞു കാണും, ഞാനിതൊരു ഇമാജിനറി ആണ്, ജസ്റ്റ് ഒന്ന് ആ ഒരു കാലഘട്ടത്തെ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുക കേട്ടോ, അതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. ഈ 38 വർഷമായി കിടക്കുന്ന അദ്ദേഹം പറഞ്ഞു കാണും, 38 years ആയിട്ട് ഞാനിവിടെ കിടക്കുക, ഞാൻ പ്രസിഡന്റ് ആകാം. അപ്പോൾ മറ്റൊരു വ്യക്തി പറഞ്ഞു, ഒരു വർഷം ഞാനിവിടെ വന്നിട്ട് 1 വർഷമായി, യു ആർ 38 years ആയിട്ട് ഇവിടെ കിടക്കല്ലേ, യു ആർ റിട്ടയറി, സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. എനിക്കറിയാം ഇവിടുത്തെ കാര്യങ്ങൾ, ഓരോരുത്തരുടെയും പൾസ് എനിക്കറിയാം. നിങ്ങൾക്ക് എൻ്റെ രോഗത്തിൻ്റെ പേരറിയാമോ? COVID-19. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുണ്ടോ? ഇല്ല. ഞാനാ ഇപ്പം പുതിയ ആളാ, എന്നെ ഇതാക്കാൻ പറഞ്ഞു. അദ്ദേഹം ചിലപ്പോൾ പ്രസിഡന്റ് ആയെന്നിരിക്കും. പ്രസിഡന്റ് ആയതിനു ശേഷം അവർ ഗ്രൂപ്പായിട്ട് ഒരു കാര്യം വിചാരിച്ചു, നമുക്ക് ഈ 38 വർഷമായി കിടന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അടുത്ത പ്രാവശ്യം ദൂതൻ കുളം കലക്കുമ്പോൾ അവിടെ കൊണ്ടിറക്കിയിടാം. എന്നാൽ ദൂതൻ വന്ന സമയത്തോ എല്ലാവരും അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ഒറ്റ ഓട്ടമാണ്. എൻ്റെ സൗഖ്യം, എൻ്റെ ആവശ്യം. ഇദ്ദേഹത്തെ അങ്ങ് മറന്നു കാണും. പ്രിയമുള്ളവരെ, ഞാൻ പറയുവാനായിട്ട് കാരണം ഇത്രയേ ഉള്ളൂ. ഒരു മനുഷ്യനും ഈ മനുഷ്യനോട് കമ്പാഷൻ തോന്നിയില്ല. അന്നത്തെ കാലവും ഇന്നത്തെ കാലവും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് വയ്യാതായി കഴിയുമ്പോൾ അപ്പോഴാണ് നമ്മൾ കുറേ നാളൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യാൻ അങ്ങനെ കൂട്ടായ്മ ഉള്ളവർ കാണും. പക്ഷെ ആരുമില്ലാതെ ഏകരായി കിടക്കുന്ന അനേകരുണ്ട് ഈ ലോകത്തിൽ. നമ്മൾ അനേകരുടെ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. കേൾക്കാത്ത എത്രയോ പേരുടെ കഥകളാണ് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് അറിയാമോ? പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരോട് കമ്പാഷൻ തോന്നുവാൻ നമുക്ക് കഴിയുമോ? അവിടെ യഹൂദന്മാരുണ്ടായിരുന്നു, ഹല്ലേലൂയ.
അവർക്കാണെങ്കിൽ സാബത്താണ് വലുത്. ഈ രോഗിയെ 38 വർഷമായിട്ട് കിടന്നവനെ യേശു കർത്താവ് സൗഖ്യമാക്കിയിട്ടും ഇവരവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ട് നടക്കുകയാണ്. നീ ശാബത്തിൽ ഇത് ചെയ്തു. ശാബത്തിനെ കുറിച്ച് ഞാൻ വേറൊരു ഒരു പ്രസംഗത്തിൽ ഞാൻ പറയുന്നുണ്ട്, അത് എന്തുമാത്രം സ്ട്രിക്റ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്യുന്നെന്ന്. പക്ഷേ അവർക്ക് ഈ മനുഷ്യനോട് കമ്പാഷൻ ഇല്ല. എന്നാൽ സൗഖ്യമായിട്ടോ അതിനകത്തല്ല അവർക്ക് കാര്യം. ഇവൻ എഴുന്നേറ്റ് നടക്കുന്നു എന്നുള്ളതല്ല അവരുടെ വിഷയം. അവർക്ക് വിഷയമായിരിക്കുന്നത് സാബത്ത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഇടയിൽ ഒന്ന് നോക്കണം. നമ്മൾ അതും ഇതുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റം വിധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മറ്റുള്ളവരുടെ വിടുതലല്ല, അവരുടെ ഉയർപ്പല്ല, അവരെ രക്ഷയെങ്കിലേക്ക് കൊണ്ടുവരുന്നതല്ല വിഷയം. അതിൻ്റെ ഓരോ ടെക്നിക്കാലിറ്റികൾ പറഞ്ഞ് നമ്മൾ പുറമോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ പാടിയ പോലെ ഹല്ലേലൂയ, നമ്മുടെ കർത്താവിൻ്റെ വരവിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പാത്രങ്ങളിൽ എണ്ണ എടുത്ത് വിളക്ക് കത്തിക്കേണ്ട സമയത്ത് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ല. ഹല്ലേലൂയ, കമ്പാഷൻ തോന്നാതിരിക്കേണ്ടവരല്ല. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ പാത്രങ്ങളിൽ എണ്ണ എടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, എരിഞ്ഞ് ശോഭിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇട്ടയാക്കുമാറാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം. പിന്നീട് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് അവിടെ കടന്നു വരുന്നിട്ട് ഇദ്ദേഹത്തോട് പറയുകയാണ്, നിന്റെ കിടക്ക എടുത്ത് നടക്കുവാനായിട്ട് പറയുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ കിടക്ക എടുത്ത് നടക്കുവാനായിട്ട് പറയുന്ന ആ അധികാരം, ആ പവർ, ആ അതോറിറ്റി കുറിച്ചൊന്ന് ചിന്തിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അന്ന് പറഞ്ഞ് യേശു അവിടെ നിന്ന് മുങ്ങുകയും ചെയ്തു. ഇദ്ദേഹം സൗഖ്യമായി പുറത്തു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് യേശു ഇദ്ദേഹത്തെ എവിടെയാണ്? ടെമ്പിളിൽ വെച്ച് കാണുകയാണ്. ടെമ്പിളിൽ വെച്ച് കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ വെച്ചാണ് യേശു അവനോട് പറയുകയാണ്, 14-ാമത്തെ വാക്യം, അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. See, you are well again. Stop sinning or something worse may happen to you. Amen. Hallelujah. ഇവിടെ യേശു വലിയൊരു കാര്യമാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഞാനായിരുന്നു ആ വ്യക്തിയെ സൗഖ്യമാക്കിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ടെമ്പിളിൽ വെച്ച് കാണുമ്പോൾ ഞാൻ പറഞ്ഞേനെ, പ്രിയ സഹോദര, സുഖമായിരിക്കുന്നല്ലോ അല്ലേ, കയ്യൊന്ന് നോക്കിക്കേ, കാലൊന്ന് നോക്കിക്കേ, ഒന്ന് നടന്നേ, ഒന്ന് കുനിഞ്ഞേ എന്നൊക്കെ പറഞ്ഞു വെച്ച് ഞാൻ പറയും, ഓക്കെ, ദൈവം നിന്നെ സൗഖ്യമാക്കിയതാ, ദൈവത്തിന് നന്ദി കൊടുത്ത് പൊയ്ക്കോളാൻ പറഞ്ഞേനെ. ഇവിടെ എന്നാൽ യേശു എന്താണ് പറഞ്ഞത്? യേശു പറഞ്ഞു, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്നാണ് യേശു അവനോട് പറയുവാനായിട്ടിടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ഇവിടെ കർത്താവ് എന്തിനെയാണ് നോക്കുന്നത്? ഒരു മനുഷ്യന്റെ സൗഖ്യത്തെക്കാളും അവന്റെ ആത്മീക സൗഖ്യം, അല്ലെങ്കിൽ അവന്റെ ആത്മാവിന്റെ വിടുതൽ, അല്ലെ അവന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് യേശുവിന്റെ പദ്ധതി. ഇവിടെ ഞാൻ എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യം, നമ്മളാണെങ്കിൽ ഒരു വ്യക്തിയോട് ഫ്രണ്ട് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവരോട് പറയും, നിങ്ങളുടെ പാപങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചിട്ട് കർത്താവിനോട് അപേക്ഷിക്കാൻ പറയുന്നു. പക്ഷേ കർത്താവ് ഇവിടെ വന്നിട്ട് ഇവന്റെ ആ ഇമ്മീഡിയറ്റ് നീഡെന്ന് പറഞ്ഞാൽ അവന് സൗഖ്യമായിരുന്നു. ആദ്യമേ അവനെ സൗഖ്യമാക്കുകയാണ് ചെയ്തത്. അത് നമുക്ക് വചനത്തിൽ കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ മറ്റൊരു ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ അവിടെ കർത്താവ് ഇതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. ആദ്യമേ അവിടെ ആ പ്രശ്നത്തിന് പരിഹാരം ആദ്യമേ വരുത്തി. അവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലത്തക്കവണ്ണം പാപം ചെയ്ത് വന്നിരിക്കുകയാണ്. കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ആൾക്കാരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ കർത്താവ് ചെയ്തത് എന്താണ്? ആദ്യമേ അവിടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തി. ഈ കല്ലെറിയാൻ നിന്നവരെല്ലാം പോകത്തക്കവണ്ണം കർത്താവ് ഇവിടെ ഒരു പ്രവൃത്തി ചെയ്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ വിചാരിക്കുന്നു ആ സ്ത്രീയെ യൂസ് ചെയ്തവർ പോലും അവിടെ ഉണ്ടായിരുന്നു കാണും. അവരെല്ലാവരും കല്ലെറിയാൻ റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു കാണും. പാപം ചെയ്തിട്ടും പാപം ചെയ്യാത്തവനെ പോലെ അഭിനയിച്ചുകൊണ്ട് നടക്കുന്ന അനേകർ അവിടെ ഉണ്ടായിരുന്നു കാണാം. പ്രിയമുള്ളവരെ, എന്നാൽ യേശു കർത്താവ് ഹൃദയങ്ങളെ, ഉൾപ്പൂവുകളെ അറിയുന്ന കർത്താവ് ഉണ്ടല്ലോ, അവന്റെ മുമ്പിൽ ഒരു ജാടയും നടക്കത്തില്ല, ആരുടെ ഒരു വേലകളും നടക്കത്തില്ല. പ്രിയമുള്ളവരെ, ഇവിടെ യേശു കർത്താവിന്റെ വാക്കിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ യേശു കർത്താവ് എഴുതി തുടങ്ങിയപ്പോൾ ഓരോരുത്തരായി വിട്ടുപോയി കഴിഞ്ഞാൽ
കഴിഞ്ഞപ്പോൾ ഇവിടെ ബന്ധനം അഴിയുകയാണ്, ഇവിടെ പ്രശ്നത്തിന് പരിഹാരം വരികയായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് യേശു അവളെ വെറുതെ വിട്ടില്ല. യേശു ഒടുവിലായിട്ട് പറഞ്ഞു, ഇനി അധികം പാപം ചെയ്യാതിരിപ്പീൻ, ഇനി മേലാൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് അവളെയും പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, കർത്താവ് നോക്കുന്നത് ഹീസ് നോട്ട് ഓൺലി ലുക്കിംഗ് ഫോർ ദ ഫിസിക്കൽ ഹീലിംഗ്. അത് മാത്രമല്ല, അത് നല്ലതാണ്, പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് അടിപ്പിണരുകളാൽ സൗഖ്യം തരുന്ന ഒരു യേശു കർത്താവാണ് നമുക്ക് വേണ്ടിയുള്ളത്. ഹല്ലേലൂയ. കാൽവരി ക്രൂശിന്മേൽ കർത്താവ് യാഗമായി തീർന്നത്, പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അവർ നമ്മുടെ പാപങ്ങളെ ക്രൂശിന്മേൽ വഹിച്ചു എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ തന്നെ പാപത്തെ ക്രൂശിന്മേൽ നെയിൽ ചെയ്തിട്ട്, ഹല്ലേലൂയ, പാപത്തിന്റെ ആ പണിഷ്മെന്റ് നമ്മളിൽ നിന്ന് എടുത്തു കളയുകയായിരുന്നു കർത്താവ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. ഹല്ലേലൂയ. കർത്താവ് അതുകൊണ്ട് നോക്കുന്നത് എന്ത്? സ്പിരിച്വൽ ഹീലിംഗ് ആണ് പ്രിയമുള്ളവരെ. ഹി ക്രൂസിഫൈഡ് ദ സിൻ ഓൺ ദ ക്രോസ് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവ് ആ കാൽവരി ക്രൂസിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ജീസസ് ആദ്യമേ സൗഖ്യമാക്കി, അവന് രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഹല്ലേലൂയ ഹല്ലേലൂയ തൻ്റെ പാപത്തെക്കുറിച്ച് അവരോട് പറയുകയും അവരെ അതിൽ നിന്ന് ഡെലിവറൻസ് വരുത്തുകയും ചെയ്യാനായിട്ട് ഇടയായി തീർന്നത്. ഇത് ഞാൻ പറയാനായിട്ട് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ യേശുവിനെ ഇവർക്ക് ഈ രോഗസൗഖ്യം ലഭിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു വിടുതൽ ലഭിച്ചത് കൊണ്ട് യേശുവിനെ ആരെന്നൊന്ന് അറിയുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ യഥാർത്ഥമായി യേശുവിനെ അനുഭവിച്ചറിയണമെങ്കിൽ പാപം ചെയ്യാതെ ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന, ദൈവത്തിന്റെ വഴികളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥമായിട്ട് ക്രിസ്തുവിനെ, മറ്റേത് ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നു, എന്നാൽ ക്രിസ്തുവിനെ അറിയുവാനായിട്ട് കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ പലപ്പോഴും ഉണ്ടല്ലോ, അനേകരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവം എന്നെ തൊട്ടു, എൻ്റെ ജീവിതത്തിൽ കടഭാരം മാറി, അല്ലെങ്കിൽ രോഗം മാറി, അതൊക്കെ നല്ലതാണ്, അതൊക്കെ വേണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ജോലി ലഭിച്ചു, അല്ലെങ്കിൽ മക്കൾക്ക് ഭാവി ഉണ്ടായി, ദൈവം പ്രാർത്ഥന കേട്ട് കല്യാണം നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇങ്ങനെയൊക്കെ അനേക സാക്ഷ്യങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ നല്ലതാണ്, അതുകൊണ്ട് നിനക്ക് യേശുവിനെ കുറിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ, നീ യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, പാപമേറ്റു പറഞ്ഞിട്ടുണ്ടോ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ, ദൈവിക കൽപ്പനയനുസരിച്ച് സ്നാനപ്പെട്ടിട്ടുണ്ടോ, വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ കാര്യം. ഹല്ലേലൂയ. അതിനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, അതിനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന് ഹല്ലേലൂയ ഡിസോബീഡിയന്റ് പീപ്പിളിനെ ഹല്ലേലൂയ ഇഷ്ടമേ അല്ല. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ സഭകളിലൊക്കെയും ഈ ഡിസോബീഡിയൻസ് നടത്തുന്ന അനേകരെ ചിലപ്പം കർത്താവിൻ്റെ ഈ ലോകത്തിലെ സഭകളെ കണ്ടിരിക്കാം. പക്ഷേ ഞാൻ വിചാരിക്കുന്നു, എനിക്കറിയത്തില്ല, ഞാൻ ആരെയും ജഡ്ജ് ചെയ്യാൻ ആരുമല്ല, പക്ഷെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒന്നുണ്ട്, നിത്യതയിൽ സ്വർഗത്തിൽ എല്ലാവരും കാണുമോ? ഡിസോബീഡിയൻസ് ആയിട്ട് നടക്കുന്നവരെ, ഹല്ലേലൂയ, ദൈവവചനം അനുസരിക്കാതെ ജീവിക്കുന്നവരെ, ഹല്ലേലൂയ, വചനം എത്ര കേട്ടിട്ടും എന്നോടായിരുന്നു പറയണ്ട എന്നുള്ള രീതിയിൽ അതിനെ എടുക്കുന്നവരെ, ഹല്ലേലൂയ, നിത്യതയിൽ കാണുമോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇവിടെ പറയാം, doesn't want you to go just better. നീ ഒന്ന് നന്നായിട്ട്, അല്ലെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾ മാറിയിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതല്ല, നീ യു ഹാവ് ടു വാക്ക് ഇൻ ഹിസ് ഹോളിനെസ് എന്നുള്ളതാണ്. അവന്റെ വിശുദ്ധിയിൽ നീ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, അവരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരോട് എൻകറേജ് ചെയ്തിട്ട് അവരോട് സുവിശേഷം പറഞ്ഞു കൊടുത്ത് സത്യത്തിന്റെ വഴികളിൽ നടത്തുക, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഈ മീറ്റിംഗിന്റെ ആരംഭത്തെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, കുടുംബങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരോട് സുവിശേഷം പറഞ്ഞു കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് അവർക്ക് വേണ്ടി അങ്ങനെയുള്ള ഒരു ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. അത് ഓർത്തപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഇടയായി തീർന്നു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ പഴയ കാലങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് മറന്നിട്ട്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു ബ്രേക്ക് ത്രൂ തരുമ്പോൾ ആ ബ്രേക്ക് ത്രൂ കൂടെ കടന്നുപോയി നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒന്ന് ക്രമപ്പെടുത്തിക്കൊണ്ട്, ഹല്ലേലൂയ, അവന്റെ പാതയിൽ, ആ വിശുദ്ധിയുടെ പാതയിലേക്ക് ഒന്ന് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. സദൃശവാക്യം 3:6 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്,
നിന്റെ എല്ലാ വഴികളിലും അവനെ നിരച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. പ്രിയമുള്ളവരെ, നാം എപ്പോഴും ആ ഹോളിനെസ്സിൽ നടക്കണമെങ്കിൽ നമ്മുടെ ഓരോ വഴികളിലും അവനെ നനച്ചുകൊണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇല്ല എങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ പറയാണ്, ആ 3-ാം അധ്യായം അതിന്റെ 7-8 ഭാഗങ്ങൾ നമുക്ക് ഇപ്രകാരം കാണുന്നുണ്ട്. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടു മാറുക. എന്ന് വെച്ചാൽ വിശുദ്ധിയിൽ നടക്കുക എന്നാണ് പറയുന്നത്. അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. പ്രിയമുള്ളവരെ, പലരുടെയും രോഗത്തിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാപമായിരിക്കാം. പാപം കൊണ്ട് മാത്രമല്ല രോഗങ്ങൾ വരുന്നത്. ദൈവം ബാലശിക്ഷ നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ വേണ്ടി അതിനും ദൈവം എന്ത് ചെയ്യും, രോഗങ്ങൾ തന്നിരിക്കാം. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ കെയർലെസ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളും ഉണ്ടായിരിക്കാം. അതിനൊന്നും വെറുതെ പിശാചിനെ കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെങ്കിൽ പാപം കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങളെ തിരിച്ചറിയുവാൻ അതിന് നമുക്കൊരു ഡിസൈൻമെന്റ് ആവശ്യമാണ്. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയും, വിടുതലുകൾ ലഭിക്കുവാനായിട്ട് കഴിയും. ഇവിടെ നമുക്കറിയാം, സലോമോന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. എന്ത്? നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക എന്ന് പറയുന്നത്. നനച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ ആക്ച്വലി ഹീബ്രു വേർഡിൽ പറയുന്നത് യാദ എന്നാണ്. അതിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ തലകുലുക്കി സമ്മതിക്കുക എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ കാര്യത്തിലും ഓരോ ചുവടുകൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുമ്പോഴും ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ ആശ്രയിച്ച് അവനോട് ചോദിച്ചിട്ട് വേണം. അത് ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഏത് സിറ്റുവേഷൻസിലും നമ്മൾ അപ്രകാരം അവന്റെ പാതകളിൽ തന്നെ ഹല്ലേലൂയ, അവന്റെ പാതകളിൽ നേരായി നടക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടതുള്ളത്? ഹല്ലേലൂയ, നമ്മൾ ഓരോ തീരുമാനങ്ങളെ മുമ്പിൽ വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ വളരെ പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട്. നമ്മുടെ തീരുമാനമാണ് നമ്മുടെ ഡെസ്റ്റിനിയിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലുന്നത്. അത് ദൈവഹിതപ്രകാരമായിട്ടുള്ളതല്ലെങ്കിൽ നമ്മൾ നിത്യ നരകത്തിൽ ചെന്ന് ഇടപെടുവാനായിട്ട് ഇടയുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുവാനായിട്ട് ഇടയുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ തിരഞ്ഞെടുപ്പുകളും ദൈവഹിതപ്രകാരമുള്ളതായിരിക്കണം. ഹല്ലേലൂയ, ഇന്ന് നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു, ചിലരൊക്കെ ജയിലിൽ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കുടുക്കുകളിൽ ചെന്ന് പെട്ടിരിക്കുന്നു. എനിക്കും അറിയാം, പലരുടെ കുറിച്ചും കേട്ടിട്ടുണ്ട്. അവർ നിയമപരമായിട്ടുള്ള കുടുക്കുകളിൽ ചെന്ന് പെടുവാനായിട്ടുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എടുത്ത റോങ് ഡിസിഷൻസ് ആണ് അവരെ ആ നിയമപരമായിട്ടുള്ള കുടുക്കുകളിൽ ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ എന്റെ കേൾക്കുന്ന ദൈവത്തിന്റെ പ്രൈതലേ, ദൈവഹിത പ്രകാരമല്ലാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്കോ നിങ്ങൾക്കോ ഉണ്ടായിരിക്കാൻ പാടില്ല. ഹല്ലേലൂയ, ദൈവഹിതമല്ലാത്ത ഒരു ലീഡർഷിപ്പ് എനിക്കോ നിങ്ങൾക്കോ ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഹല്ലേലൂയ, ദൈവഹിതമല്ലാത്ത ഒരു പാർട്ണർഷിപ്പ്, അത് ബിസിനസ്സിലാണേലും മാരേജ് ലൈഫിലാണേലും അല്ലെങ്കിൽ മറ്റ് ഏത് കാര്യത്തിലായിരുന്നാലും ഈവൻ മിനിസ്ട്രിയിലായിരുന്നാൽ പോലും ഹല്ലേലൂയ, ദൈവഹിതമല്ലാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഹല്ലേലൂയ, പ്രത്യേകിച്ച് ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ നമ്മൾ വളരെ പ്രാർത്ഥിച്ച് വേണം. ഹല്ലേലൂയ, അത് ബിസിനസ് ചെയ്യുന്ന കാര്യത്തിലാണേലും അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണേലും അത് അടുത്ത നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി അവർക്ക് തക്കതായ സ്പൗസിനെ ദൈവം ഒരുക്കുവാൻ ദൈവഹിതപ്രകാരമുള്ളവര്, ദൈവത്തെ സ്നേഹിക്കുന്നവര്, ദൈവത്തെ പൂർണ്ണമായ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ മക്കൾക്ക് ഹല്ലേലൂയ സ്പൗസസ് ആയിട്ട് ലഭിക്കണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ഞാൻ വിശ്വസിക്കുകയാണ്, അങ്ങനെ രീതിയിൽ നമ്മുടെ ഓരോ ചുവടുകളും നാം ദൈവസന്നിധിയിൽ എടുക്കുമ്പോൾ, നമ്മുടെ ഓരോ തീരുമാനങ്ങളും ദൈവസന്നിധിയിൽ എടുക്കുമ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ദൈവിക ആലോചന ചോദിച്ചുകൊണ്ട് ചെയ്യുമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതം ശാന്തിയും സമാധാനത്തോടെ മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാമോ? നമ്മളോട് തന്നെ ചോദിക്കാമോ, ആം ഐ ഇൻ ദി റൈറ്റ് വേ? ഹല്ലേലൂയ, ഞാൻ സത്യത്തിന്റെ പാതയിലാണോ നടക്കുന്നതെന്ന്? ഹല്ലേലൂയ, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് യിരെമ്യാ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരാം. നമ്മൾ തുടക്കത്തിൽ വായിച്ചതായ വാക്യമാണ് യിരെമ്യാ ചാപ്റ്റർ 6 വേഴ്സ് 16. ആർക്കെങ്കിലും ഒന്ന് വായിക്കാമെങ്കിൽ സന്തോഷമായിരുന്നു.
ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചോ. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അവരോ ഞങ്ങൾ അതിൽ നടക്കയില്ല എന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. Thus says the Lord, stand in the ways and see, and ask for the old path where the good way is, and walk in it. Then you will find rest for your souls. But they said, will not walk in it. Amen. Hallelujah. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഭാഗം വളരെ അറിയാവുന്ന കാര്യമാണല്ലോ. യഹൂദ ജനത്തിനോട് ദൈവത്തിന് മനസ്സലിവ് തോന്നിയിട്ട് ദൈവം അവരോട് ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്. ഇവർ പാപം ചെയ്ത് ദൈവ വഴികളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ജനമായിരുന്നു. നമുക്കത് എപ്പോഴും അറിയാം. ഇസ്രായേൽ ജനത്തെ ദൈവം അങ്ങനെ പോകുമ്പോൾ അവരെ കഷ്ടതയിൽ ഏൽപ്പിച്ചിട്ട് അവരെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു ദൈവമായിരുന്നു. ഹല്ലേലൂയ. പലപ്പോഴും ഇവർ വഴിതെറ്റി മത്സരികളായി ദൈവത്തോടും ദൈവജനത്തോടും ഹല്ലേലൂയ മത്സരിച്ച് അവരുടെ ഇഷ്ടത്തിന് നടന്നു പോവുകയാണ് പതിവായിരുന്നു. എന്നാൽ അവരോട് ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, അവർക്ക് ആഴമേറിയ ഒരു തിരഞ്ഞെടുപ്പിന് വാഗ്ദാനം കൊടുക്കുകയാണ് ഈ വാക്യത്തിലൂടെ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതായത് എന്താണ് ദൈവം അവരോട് പറയുന്നത്? കർത്താവ് പറയുകയാണ്, പഴയ പാതകളിലേക്ക് മടങ്ങുക, അല്ലെങ്കിൽ നാശത്തിലേക്ക് തുടരുക എന്നുള്ള ഒരു ധ്വനിയാണ് അവിടെ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അത് അന്നത്തെ യഹൂദന്മാർക്ക് മാത്രമല്ല പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇതേ കാര്യം തന്നെയാണ് തുടരുന്നത്. നമുക്ക് നമ്മുടെ പഴയ പാതകളിലേക്ക് മടങ്ങിപ്പോകേണ്ട സമയമായിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ ജീവിത യാത്രയിൽ പലതരത്തിലുള്ളതായ വഴിത്തിരിവുകളിലേക്ക് നമ്മൾ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ എങ്ങോട്ട് പോകണം, ഏത് ചുവടെടുക്കണം, ഏത് തീരുമാനത്തിലേക്ക് എടുക്കണമെന്ന് നമ്മൾ അറിയാതെ പലപ്പോഴും കുഴയുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായിരുന്നിരിക്കാം. എന്നാൽ ആ സമയത്തൊക്കെ നാം എന്താണ് ചെയ്യേണ്ടത്? എനിക്കറിയാം, ഇന്നലെ ഞാൻ ഇവിടുന്ന് ന്യൂയോർക്ക് എയർപോർട്ട് എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 1 hour 15 minutes ഡ്രൈവ് ഉണ്ട്. അവിടെ വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമുക്കിന്ന് ഉപയോഗിക്കുവാനായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, നാവിഗേഷൻ അല്ലെങ്കിൽ GPS സിസ്റ്റം ഉണ്ട്. അതെടുത്ത് വെച്ചിട്ട് നമ്മൾ അഡ്രസ്സ് അടിച്ചു കൊടുത്തു. ഓക്കെ, അഡ്രസ്സ് അടിച്ചു. ഏതാണ് ഫാസ്റ്റസ്റ്റ് വേ, ഏതാണ് ഷോർട്ടസ്റ്റ് വേ, ഏതാണ് ടോൾ കൂടുതൽ കൊടുക്കേണ്ടത്, ഏത് വഴി പോയാൽ ടോൾ കുറച്ച് കൊടുക്കാം, ഇതെല്ലാം നമുക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അതും പ്രകാരം നമുക്ക് പോകുവാൻ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകുവാൻ കഴിയും. എന്ന് പറയുന്നത് പോലെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിലും എന്തായിരുന്നു, വഴി വായലാണ് എന്നൊരു പറച്ചിലുണ്ട് പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞതുപോലെ. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ, നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പല തീരുമാനങ്ങളും എടുക്കേണ്ട സമയങ്ങൾ വരുമ്പോൾ എന്താണ് നാം ചെയ്യേണ്ടതെന്നാണ് ഈ വാക്യത്തിൽ കൂടെ പറഞ്ഞു തരുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്നതെല്ലാം നന്മയാണ്, നല്ലതാണ്. മാനുഷിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ എല്ലാം നല്ലതാണെന്ന് തോന്നി നമ്മൾ അതിൻ്റെയൊക്കെ പുറകെ പോകാറുണ്ട്. എന്നാൽ ഇവിടെ കർത്താവിന് പറയാനുള്ളത് എന്താണെന്നറിയാമോ? സ്റ്റാൻഡ് ഇൻ ദ വേ. ആമേൻ. അവൻ വഴികളിൽ ഒന്ന് നിൽക്കാനാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്തിനാണ് നിൽക്കാൻ പറയുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ. ദിസ് ഈസ് കാൾ ഫോർ ഒന്ന് നിന്നിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് നോക്കുക. നമ്മുടെ ജീവിതം തിരക്കിട്ടൊരു ജീവിതമാണ്, നമ്മിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കിടന്നപ്പോൾ ഓർത്തു, ജോലിക്ക് പോവുകയാണ്, വരികയാണ്, വീട്ടിൽ വരുന്നു, ചില കാര്യങ്ങൾ ചെയ്യുന്നു, ചിലപ്പം സൂമിലൊക്കെ അറ്റൻഡ് ചെയ്യും, ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോയെന്നിരിക്കും, പിന്നെയും വന്നു, കഴിച്ചു, കിടന്നു, പിന്നെയും രാവിലെ എണ്ണിച്ച് പോവുക. എത്ര നാൾ ഇങ്ങനെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും പ്രിയമുള്ളവരെ? ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് ചിന്തിക്കണം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പ്ലാന്? അതിൻ പ്രകാരം ഞാൻ ആയിട്ടുണ്ടോ? ദൈവം പറയുന്ന വചനമനുസരിച്ച്, കൽപ്പനകളനുസരിച്ച് ജീവിക്കാനായിട്ട് എനിക്ക് ഇടയായി തീർന്നിട്ടുണ്ടോ എന്നുള്ള നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിനിടയ്ക്ക് സേല എന്നൊന്ന് എഴുതിയിരിക്കുന്നത് കാണാം. സേല എന്ന് പറയുന്നത് എന്താണ്? റെസ്റ്റ് എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ. എന്നാലും നമ്മൾക്കറിയാം, നിർത്തു, ചിന്തിക്കൂ എന്ന് നമ്മൾ
പറയാറുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവദാസന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, സേല എന്ന് പറയുന്നത് പോലെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ തിരക്കേറിയ വേഗതയേറിയ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത് നമ്മളെ ഹല്ലേലൂയ മുമ്പോട്ട് പോകുവാൻ വളരെ ആഹ്വാനം തന്നുകൊണ്ടിരിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ, നമ്മുടെ ഒന്ന് നിർത്തിയിട്ട്, ഇതെല്ലാം ഒന്ന് നിർത്തിയിട്ട്, നമ്മുടെ വേഗത്തിലുള്ള ഈ ഓട്ടം ഒന്ന് നിർത്തിയിട്ട് ഒന്ന് ദൈവസന്നിധാനത്തിൽ ഒന്ന് ഇരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. സങ്കീർത്തനം 46:10 നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ഹല്ലേലൂയ. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ബി ബിസി ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ് എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവിടെ മലയാളത്തിൽ അതിന് പറയുന്നത്, ഞാൻ വിട്ടുപോയി, സോറി, താങ്ക് യു. അപ്പോൾ മിണ്ടാതിരുന്ന് ഞാൻ യഹോവ എന്ന് അറിഞ്ഞുകൊള്ളുക. പ്രിയമുള്ളവരെ, എപ്പോഴാണ് ഈ മിണ്ടാതിരിക്കുന്നത്? നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ വന്നിട്ട് നമ്മുടെ ദൈവസന്നിധിയിൽ വന്ന് പല കാര്യങ്ങൾ നമ്മുടെ ദൈവസന്നിധിയിൽ നിരത്തി വെക്കും. അങ്ങോട്ട് കർത്താവേ അത് തരണം, ഇത് തരണം, ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പരിപാടിക്ക് പോവുകയും ചെയ്യും. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. അവിടെ ഒന്ന് നിർത്തണം. കർത്താവിന് എന്നോട് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേൾക്കണം. എങ്കിൽ മാത്രമേ ഹല്ലേലൂയ ബി സ്റ്റിൽ, അവന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുവാൻ ആരിന്ന് രാത്രികാലം തയ്യാറാകും അവരോട് സംസാരിക്കുന്ന ഒരു ദൈവ ശബ്ദമുണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നമ്മുടെ ലൈഫിനെ ഒന്ന് റിഫ്ലക്ട് ചെയ്യുക, നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് നോക്കുക. നമ്മുടെ ധൃതി വെച്ചുള്ള വേഗതയേറിയ ഓട്ടങ്ങളൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഹല്ലേലൂയ ദൈവ സന്നിധിയിൽ ചില ദിവസങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായി ഇരിക്കാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശങ്ങളൊക്കെയും ദൈവത്തിന് നമ്മളോട് ചിലത് സംസാരിക്കാൻ കാണും. പ്രിയമുള്ളവരെ, ഇപ്പോഴും നമുക്ക് ഭയങ്കര ബിസിയാണ്. എന്താ, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഒന്നിനാ വൺ ആഫ്റ്റർ അനദർ ഇഷ്ടം പോലെ മെസ്സേജുകളുണ്ട്, പാട്ടുകളുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. എന്നാൽ യുവർ പേഴ്സണൽ റിലേഷൻഷിപ്പ്, അത് കർത്താവുമായിട്ടുള്ള എൻ്റെയും നിങ്ങളുടെയും പേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷയമായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഒന്ന് നിൽക്കാം. നമ്മളായിരിക്കുന്ന വഴിയിൽ, നമ്മൾ പോകുന്ന വഴിയിൽ ഒന്ന് നിൽക്കാം. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് ആൻഡ് സീ, പാതകളെ ഒന്ന് നോക്കാനാണ് പറയുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ഇവിടെയും കാണുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ ഒരു ഉൾക്കാഴ്ച. നമ്മുടെ ജീവിതത്തെ നാം നോക്കുമ്പോൾ, ഈ വഴികൾ, നാം പോകുന്ന വഴികളെ നാം നോക്കുമ്പോൾ, ഏത് വഴി എടുക്കണമെന്ന് അറിയാൻ വയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഒരു ആത്മീയ കണ്ണുകൾ, ഭൗതിക കണ്ണുകൾ കൊണ്ട് കാണുന്ന കാര്യമല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഇവിടെ വചനം പറയുന്നത് ഹല്ലേലൂയ ആത്മീയ കണ്ണുകൊണ്ട് നാം കാണുവാനാണ്. ഇത് വെറും ശാരീരികമായിട്ടുള്ളതല്ല. പ്രാർത്ഥനയാലും തിരുവെഴുത്താലും ഉപദേശങ്ങളാലും ഹല്ലേലൂയ ഇവയിൽ കൂടി ആത്മാവിനാലും ഒക്കെയും നമ്മൾ ഈ കാര്യങ്ങളെ, നമ്മുടെ വഴികളെ നോക്കണം. അങ്ങനെ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ആ സ്ക്രിപ്ചർ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ ദൈവം നമ്മളോട് വാസ്തവമായി സംസാരിക്കും. പ്രിയമുള്ളവരെ, നാം വചനവുമായിട്ട് ദൈവസന്നിധാനത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ഈ വായിക്കുന്ന 10 കൽപ്പനകളൊന്നും അല്ല, മറ്റനേക കുറവുകൾ ദൈവം വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയായിത്തീരും. ആ കുറവുകളൊക്കെ നമ്മുടെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കട്ടെ. എന്നിട്ട് നാം എഴുന്നേൽക്കുമ്പോഴുണ്ടല്ലോ ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇതിനോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളാം. നിന്റെ എല്ലാ വഴികളിലും നീ അവനെ നനച്ചുകൊള്ള, നിന്റെ പാതകളെ നേരെയാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മൾക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളുമായിട്ട് ദൈവസന്നിധി ചെന്നിരുന്ന് നാം കണ്ണുനീരോടെ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് എഴുന്നേറ്റാട്ടെ. നിന്റെ പ്രശ്നത്തിന് പരിഹാരം വന്നോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ദൈവിക സമാധാനം, സന്തോഷം കൊണ്ട് ഉള്ളുകളെ നിറയ്ക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടക്കുവാനായിട്ട് ഇടയായിത്തീരും. നിന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കണ്ടില്ലെന്നിരിക്കും. പക്ഷേ നിന്റെ പ്രശ്നത്തിന് ഓവർകം ചെയ്യുവാനുള്ള ഒരു പവർ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് തരും, നിന്റെ ആത്മാവിലേക്ക് തരും, നിന്റെ മനസ്സിലേക്ക് തരും. നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കരത്താമല്ലോ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് പഴയ പാതകളെ നോക്കി ചോദിക്കാനാണ് പറയുന്നത്. ആസ്ക് ഫോർ ദ ഓൾഡ് പാത്ത്. ഹല്ലേലൂയ. ഇത് എന്തിനെയാണ് പ്രിയമുള്ളവരെ കാണിക്കുന്നത്? നമുക്ക്
ഹല്ലേലൂയ. ഇന്നത്തെ ലോകത്തിൽ നാം നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു ഒഴുക്കുമട്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് ആത്മീയ ലോകത്തിലാണേലും ഭൗതിക ലോകത്തിലാണേലും ഒരു ഒഴുക്കം മട്ടിൽ നമ്മൾ അനേക കാര്യങ്ങൾ കണ്ടും കേട്ടും ഇങ്ങനെ പോവുകയാണ്. കാണുന്നതെല്ലാം നല്ല കാര്യങ്ങൾ, അതിനൊക്കെ നമ്മളങ്ങ് ഫോളോ ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? നീ ഒന്ന് നിൽക്കുമോനെ, നീ ഒന്ന് നോക്കുമോനെ, നീ ഒന്ന് ഹല്ലേലൂയ നല്ല വഴി ഏതാണെന്ന് നീ ഒന്ന് തിരഞ്ഞെടുക്കുക. ഹല്ലേലൂയ. ആ പഴയ വഴിയുണ്ടല്ലോ, ഹല്ലേലൂയ, ആ പഴയ പാതകൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സത്യങ്ങൾ അല്ലെങ്കിൽ സത്യത്തിന്റെ വഴികൾ, ഹല്ലേലൂയ, വചനപ്രമാണ പ്രകാരമുള്ള വഴികളാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഏതാ പഴയ വഴി എന്ന് പറയുന്നത്? ഹല്ലേലൂയ. ഇന്ന കാലത്ത് വന്നിട്ട് അതും ഇതുമൊക്കെ കേട്ട് ജനത്തെയൊക്കെ ഇളക്കി, ഹല്ലേലൂയ, അവരെ ഇമോഷണലി ഒന്ന് ഇളക്കിക്കൊണ്ട് പോകുന്ന വചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോയി നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴികളിൽ കൂടെ അനേകരുണ്ട്. അങ്ങനത്തെ വഴികളൊക്കെ വളരെ വിശാലമാണ്. അതിലേക്ക് അനേകർ ഓടിക്കൂടുകയും ചെയ്യും. അവിടെ നിന്നും ദൈവവചനമോ യേശുവിനെ കുറിച്ചോ രക്ഷയെക്കുറിച്ചോ മാനസാന്തരത്തെ കുറിച്ചോ ഒന്നും കേൾക്കാനേ ഇല്ല. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മൾ TV-യിൽ കൂടെ ഒക്കെ വാച്ച് ചെയ്യുന്ന മെസ്സേജുകളൊക്കെ വളരെ ശ്രദ്ധയോടെ പരിശുദ്ധാത്മാവ് ഡിസേൺ ചെയ്ത് വേണം നമ്മൾ കേൾക്കുവാനായിട്ട്. അതിനകത്ത് എന്തുമാത്രം മാനസാന്തരത്തെ കുറിച്ച് പറയുന്നുണ്ട്, എന്തുമാത്രം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്, നിത്യതയെ കുറിച്ച് പറയുന്നുണ്ടെന്നുള്ളതൊക്കെ നമ്മളൊന്ന് വാച്ച് ചെയ്തോണം. എപ്പോഴും നമ്മൾ ഇതൊക്കെ ഒന്നിന്റെ പുറകെ ഒന്ന് വരുമ്പോൾ ഇതൊക്കെ കേട്ട് നമ്മൾ പോകരുത്. പുതിയ വഴിയാണെന്ന് ഓർത്തോണം, അത് നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ പഴയ പാതകൾ ആ കർത്താവിന്റെ സത്യങ്ങളിൽ നടക്കുവാൻ, ഹല്ലേലൂയ, എന്ന് വെച്ചാൽ അവനുമായിട്ടൊരു ഉടമ്പടി നമുക്കുണ്ട്. അവന്റെ കൽപ്പനകള്, ഹല്ലേലൂയ, അവന്റെ സ്വഭാവം അനുസരിച്ച് ജീവിപ്പാൻ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നമ്മൾക്ക് ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പുതിയതിനെ പിന്തുടരുന്ന ഒരു സംസ്കാരത്തിലാണ് നാം കടന്നു വന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമുക്കറിയാം, നമുക്ക് പുതിയ കാറ് വേണം, പുതിയ വീട് വേണം, നമുക്ക് നല്ല ജോലികൾ വേണം, ടെക്നോളജി, പുതിയ പുതിയ ടെക്നോളജികൾ വേണം. ഇതെല്ലാം നല്ല കാര്യമാണ്, ഇത് വേണം താനും. നല്ല ചർച്ച് വേണം. എന്നാൽ ഇപ്പം വന്ന് ഡ്രൈവ് ത്രൂ ചർച്ച് വരെ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഡ്രൈവ് ത്രൂ ചർച്ച്. കാര്യം ചർച്ചിൽ പോകാൻ സമയമില്ല. അതുകൊണ്ട് ഒരു വിൻഡോ വെച്ച് ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഡീക്കനോ അവിടെ ഇരിക്കും. നമ്മൾ വണ്ടി ഓടിച്ച് അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മളോട് 2 വാക്ക് ദൈവവചനത്തിൽ നിന്ന് പറയും, എന്നിട്ട് പ്രാർത്ഥിക്കും, നമ്മളെ വിടുക. ഇങ്ങനത്തെ ചർച്ചകളുണ്ട്. പിന്നെ ഓഫറിംഗ് ഉണ്ട് കേട്ടോ, മറക്കത്തില്ല. അതുകൊണ്ട് അവിടെ അങ്ങനെ പോകുന്ന സഭകൾ വരെ ഈ കാലത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ കർത്താവിന് പറയാനുള്ളത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. Come back to the old path. Amen. Hallelujah. ആ പഴയ വഴികളിലേക്ക് ഒന്ന് മടങ്ങി വരാൻ കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സമയം മുമ്പോട്ട് പോകുന്നല്ലോ, ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ആസ്ക്, കർത്താവിനോട് ചോദിക്കുക. കാര്യം നമ്മുടെ കഴിവിന് നമ്മുടെ ബുദ്ധിയും കൊണ്ട് നമുക്ക് ചെയ്യുന്നതിനപ്പുറമാണ് നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയത്തെയാണ് പ്രിയമുള്ളവരെ കാണിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് യാന്ത്രികമായി ഹല്ലേലൂയ ശരിയായ വഴി അറിയാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. എന്നാൽ നാം ദൈവത്തെങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ, അവനോട് വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അവന്റെ വഴികളെ തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീരും. യെരമ്യാ 33:3 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഹല്ലേലൂയ. അതെന്റെ മെസ്സേജിന്റെ 2ാമത്തെ കൺഫർമേഷൻ ആയിരുന്നു. ഇന്ന് ആരോ പ്രാർത്ഥിച്ചപ്പം ഈ വാക്യം തന്നെ പറഞ്ഞ് പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആദ്യമേ ബെഥേസ്ദ കുളക്കരയിലെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് ഈ വാക്യം തന്നെ പറഞ്ഞ് പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി തീർന്നല്ലോ പ്രിയമുള്ളവരെ. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. ഹല്ലേലൂയ. പറയുന്നത് മാറ്റാരുമല്ല, നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുമെന്നാണ് പറയുന്നത്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിവുള്ളവന്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടുന്നത് ഓരോ കാര്യങ്ങൾ അറിയാം. നിന്റെ പേഴ്സണൽ നീഡ്, സ്പിരിച്വൽ നീഡ്, ഹല്ലേലൂയ, ഫിസിക്കൽ നീഡ് എല്ലാം അറിയാവുന്ന ഒരു കർത്താവിന്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുമ്പോൾ നമുക്കൊന്ന് വിളിച്ചപേക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ, ഇന്ന് രാത്രികാലം അധരങ്ങളെ തുറന്ന് ദൈവത്തോടൊന്ന് വിളിച്ചപേക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ രോഗത്തിൽ നിന്നുള്ള വിടുതൽ തരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നിന്റെ ആത്മാവിൽ നീ പുറമോട്ട് പോകുന്നുവെങ്കിൽ, നിനക്ക് ആരാധിക്കേണ്ട പോലെ ആരാധിക്കുവാൻ കഴിയാതെ നീ ആയിരിക്കുന്നുവെങ്കിൽ, നീ ചില കെട്ടപ്പെട്ട അനുഭവങ്ങളിൽ ആയിരിക്കുന്നുവെങ്കിൽ, അതിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് രാത്രികാലം ഒന്ന് വിളിച്ചപേക്ഷിക്കുവാൻ, ഹല്ലേലൂയ,
ആർക്ക് മനസ്സുണ്ട് അങ്ങനെയുള്ളവരോട് ഹല്ലേലൂയ അവന് മഹത്തായ അഗോചരമായ കാര്യങ്ങളെ നിന്നെ അറിയിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് താല്പര്യമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒന്ന് നിൽക്കുവാൻ നിനക്ക് കഴിയുമോ? ഹല്ലേലൂയ. നിനക്കൊന്ന് നോക്കുവാൻ കഴിയുമോ? നിനക്കൊന്ന് ചോദിപ്പാൻ കഴിയുമോ? നീ ഒന്ന് വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പിന്നെ പറയാണ്, പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. വാക്ക് therein എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, എന്താണ് ഈ പറയുന്നത്? ശരിയായ പാത അറിഞ്ഞാൽ മാത്രം പോരാ. ഹല്ലേലൂയ. വിശ്വാസം ഹല്ലേലൂയ പ്രവൃത്തികളിലേക്ക് നയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? നമ്മൾ പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം ഒന്നിന്റെ മേളിൽ ഒന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ പാസ്റ്റർ കഴിഞ്ഞ സൺഡേയിൽ പ്രസംഗിച്ചപ്പം പറഞ്ഞൊരു വേർഡുണ്ട്, സ്പിരിച്വൽ ഫാറ്റ് ആയിട്ടിരിക്കുകയാണ്. വിശ്വാസത്തിൽ വന്നിട്ട് എത്ര നാളായിട്ട് ചോദിച്ചാൽ 20 വർഷം 30 വർഷം 40 വർഷം 50 വർഷം ആയി. ഹല്ലേലൂയ. വചനം ഒന്നിന്റെ പുറകെ കേട്ട് നമ്മളിങ്ങനെ ചീർത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം നോക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ അനേകർ ഈ പരുവത്തിൽ ഇങ്ങനെ ഇരിക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് ടേക്ക് ആക്ഷൻ. ആമേൻ. ഹല്ലേലൂയ. ഈ വിശ്വാസത്തിൽ ഈ വഴികളിൽ നമ്മൾ നടക്കണം. ഹല്ലേലൂയ. ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ വചനങ്ങൾ കേട്ടിട്ട് നമ്മൾ പിന്നെ വചനം കേൾക്കുമ്പോൾ പിന്നെ എന്താണ് ചെയ്യുന്നത് അറിയോ? അവൻ പറഞ്ഞ ആ പോയിന്റ് അവിടെ അത് പറഞ്ഞിരിക്കുന്നത് നല്ലതായിരുന്നു, ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് നല്ലതായിരുന്നു, ഇങ്ങനെ നമ്മൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് അവന്റെ വഴികളിൽ നടക്കുക. ഹല്ലേലൂയ. അവന്റെ വേലയിൽ നമ്മൾ വ്യാപൃതരായി തീരുക എന്നുള്ളതാണ്. നിനക്ക് ദൈവം ആയുസ്സും ആരോഗ്യം തന്നിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അവന്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കപ്പെടണമെങ്കിൽ അവന്റെ ആ സത്യത്തിന്റെ വഴികളിൽ നടന്നുവെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. യാക്കോബിന്റെ ലേഖനം 1:22 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ഹല്ലേലൂയ. വചനം അനേകം കേൾക്കുന്നുണ്ട്. ദൈവിക കൽപ്പനകൾ അനുസരിക്കണമെന്നും സ്നാനപ്പെടണമെന്നും വിശ്വാസ ജീവിതം നയിക്കണമെന്നും വിശുദ്ധ ജീവിതം ചെയ്യണമെന്നും ഹല്ലേലൂയ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണമെന്നും ലോകത്തിന്റെ അറ്റം വരെ പോയി എൻ്റെ സാക്ഷികളാകണമെന്നും ഒക്കെയും ദൈവവചനം പറഞ്ഞിരിക്കുന്നത് കേൾക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, അത് തങ്ങളെ കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പിൻ. നമ്മൾ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഒന്നും ചെയ്യാതിരുന്നാൽ, നമ്മളൊരു ആക്ഷൻ എടുക്കാതിരുന്നാൽ, പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ ചതിക്കുകയാണെന്ന് ഞാനല്ല, വചനമാണ് പറയുന്നത്. ഹല്ലേലൂയ. ആകയാൽ ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് തരുന്ന സമയത്തിനുള്ളിൽ ഹല്ലേലൂയ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളിൽ ഹല്ലേലൂയ ദൈവ വഴികളിൽ നടക്കുവാൻ നമുക്കൊരു സമർപ്പണം എടുക്കാം. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അങ്ങനെയെങ്കിൽ എന്താണ് ലഭിക്കുന്നത്? എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കുമെന്നാണ് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. ഹല്ലേലൂയ. നമ്മൾ പലരും മരിക്കുമ്പോഴേ നമ്മൾ റെസ്റ്റ് ഇൻ പീസ് എന്നൊക്കെ പറഞ്ഞ് വിടാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇത് മരണത്തിന്റെ സംഭവിക്കുന്ന ആ ഒരു ഇത് മാത്രമല്ല, നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഈ ലോക ജീവിതത്തിലും നിനക്ക് ശാന്തിയും സമാധാനവും ലഭിക്കണമെങ്കിൽ നീ കേൾക്കുന്നതായ വചനങ്ങളെ അനുസരിച്ച് ജീവിപ്പാൻ, ആത്മാവിൽ ജീവിപ്പാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മൾ ജീവിപ്പാൻ ഒരു തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുള്ളൂ. അത് ഈ ലോകപരമായിട്ട് നമ്മൾ പണം നേടിയായിരുന്നാലും അല്ലെങ്കിൽ നല്ല ജോലികൾ ലഭിച്ചിരുന്നാലും ഇതൊന്നും സമാധാനം കൊണ്ട് തരുവാനായിട്ട് കഴിയത്തില്ല. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വഴികളിൽ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്വർഗീയ സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ഈ ജീവിത യാത്രയിൽ നമുക്കൊന്ന് നിൽക്കാം, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സ്വയശോധന ചെയ്യാം, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം. ഹല്ലേലൂയ. അത് ആത്മീയ വചനമെന്ന ഹല്ലേലൂയ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട്, ഹല്ലേലൂയ പ്രാർത്ഥന എന്ന ലെൻസ് ഉപയോഗിച്ചുകൊണ്ട്, ഹല്ലേലൂയ പരിശുദ്ധാത്മാവെന്ന ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കർത്താവിനോടൊന്ന് വിളിച്ചപേക്ഷിക്കാം, അവന്റെ വഴികളിൽ തന്നെ നടക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. എന്തായാലും ഈ വചനമെല്ലാം കൊടുത്തിട്ടും ഈ ജനം എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? ഹല്ലേലൂയ.
ഞങ്ങളിത് ചെയ്യത്തില്ല. ചിലപ്പോൾ അവർക്ക് നടക്കാനായിട്ട് മനസ്സില്ല, അവർ വളരെ റിബല്യസ് ആയിട്ട് നിൽക്കുകയാണ്, ഞങ്ങൾ ഈ വഴിയിൽ നടക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ എത്രയോ പേരോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയും ഇല്ല, വേണ്ട, എനിക്ക് കേൾക്കണ്ട, എന്നോടൊന്നും പറയണ്ട, എനിക്കിതൊക്കെ മതി, എനിക്കറിയാൻ വചനം, ഞാൻ വേദവസ്തം വായിക്കുന്ന ആളാ എന്നൊക്കെ എന്തെല്ലാം എക്സ്ക്യൂസുകളാണ് കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഹല്ലേലൂയ, ആ പഴയ വഴി, ക്രിസ്തുവിൻ്റെ വഴി, ഹല്ലേലൂയ, ആ സത്യമാർഗത്തിൽ ആ വചനം പറഞ്ഞിരിക്കുന്നത് പോലെ അനുസരിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ സമയം മുമ്പോട്ട് പോയതുകൊണ്ട് വേഗത്തിൽ ഒരു ഭാഗം കൊടുന്ന് വായിച്ചു വിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യം ആരെങ്കിലും വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. Thessalonians chapter 2 verse 9 to 13. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തി കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാക്കിയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. അടുത്ത വാക്യം. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യ മുതൽ ആത്മാവിന്റെ വിശദീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, ഈ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും കൂടെ അത്ഭുതങ്ങളോടും കൂടെ അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. നമ്മൾക്ക് അറിയാം, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത കർത്താവിന്റെ വരവിന് ശേഷമാണ്. എന്നാൽ അധർമ്മത്തിന്റെ വ്യാപാര ശക്തി ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഇവര് ഇപ്രകാരമായി തീരാനായിട്ട് കാരണം എന്താണെന്നറിയാമോ? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായാൽ തന്നെ അങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിലോ യേശു ക്രിസ്തുവിന്റെ വചനത്തിലോ ആ സത്യത്തിന്റെ വഴിയിൽ നടക്കാനായിട്ട് ഇവർക്ക് മനസ്സില്ലാതെ വന്നുകൊണ്ട് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും, അവിടെ ശക്തിയുണ്ട്, അടയാളങ്ങളുണ്ട്, അത്ഭുതങ്ങളുണ്ട്, അനീതിയുടെ സകല വഞ്ചനയും അവരുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവർക്ക് ഈ സത്യത്തിൽ നടക്കാൻ വയ്യാത്തത് കൊണ്ട് പറ്റുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ സത്യത്തിൽ നടക്കാൻ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ സത്യത്തെ തന്നെ നടക്കണം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും സത്യത്തിൽ വിശ്വസിക്കേണ്ട. അവർക്ക് എന്താ വേണം? ദൈവവചനം ഒന്നും വേണ്ട. ഈ നാളുകളിൽ വന്നിട്ട് നമുക്ക് ആത്മാവ് മതി എന്നും പറഞ്ഞുകൊണ്ട് മാത്രം നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. വളരെ കെയർഫുൾ ആയിരിക്കണം. ദൈവവചനം വേണ്ട, സത്യം വേണ്ട, വചനം പറഞ്ഞിരിക്കുന്നൊന്നും അല്ല, ആത്മാവ് എന്നോട് പറയുന്നത് ഞാൻ ചെയ്യും. ഓക്കെ, ഗുഡ്. പരിശുദ്ധാത്മാവ് പറഞ്ഞതാണോ? നീ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ ഏത് ആത്മാവാണ് നിന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ളതെന്ന് ഒന്ന് തിരിച്ചറിയാനായിട്ട് അത് പാടാ. കാരണം ഞാൻ പറയാം, കാരണം എന്താന്ന് പറയാം. ഇപ്പം ഇവിടെ നമ്മുടെ 10-ാമത്തെ വാക്യത്തിൽ അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ തന്നെ അങ്ങനെ സംഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവർക്ക് ഏവർക്കും ന്യായവിധി വരേണ്ടതിന്, ഇനി അടുത്ത വാക്യം ശ്രദ്ധിച്ചോണേ, ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ആരാ അയച്ചത്? ദൈവം. എന്താണ് അയച്ചത്? ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. അപ്പോ എന്താണ് പറ്റുന്നതെന്നറിയാമോ? ഇവർക്കൊരിക്കലും ഭോഷ്കിന്റെ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അവരത് ഭോഷ്കാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. എവിടെ അടി തെറ്റിയതെന്നറിയാമോ? സത്യത്തിൽ നടക്കുവാൻ മനസ്സില്ലാതെ ഒരു ഇളക്കപ്പെരുപ്പത്തിന്റെ പുറകെ പോയി ദൈവവചനത്തിന് കൊടുക്കേണ്ട വില കൊടുക്കാതെ ശകമന ഹന്തരാരുക. വേദനയോടെ ഞാൻ പറയുന്നു പ്രിയമുള്ളവരെ, ഇവർക്കത് തിരിച്ചറിയാൻ പറ്റാതാകുകയാണ്.
അതാണ് കർത്താവിൻ്റെ സന്നിധിയിൽ പിന്നെ ചെന്നിട്ട് കർത്താവെ നിന്റെ നാമത്തിൽ അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു ചെല്ലുമ്പോൾ ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല എന്ന് കർത്താവ് പറയാനായിട്ട് ഇടയായിത്തീരുന്നു. വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം പ്രിയമുള്ളവർ ഈ നാളുകളിൽ. എൻ്റെ സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഒരു കൺക്ലൂഷനിൽ വേഗം പറഞ്ഞങ്ങ് നിർത്തുകയാണ്. നമുക്ക് നമ്മുടെ ദൈവം തന്നിരിക്കുന്ന വചനം, സത്യവചനം, ദൈവം ആഗ്രഹിക്കുന്ന ആ പഴയ വഴി, അതായത് ദൈവത്തിൻ്റെ വഴി, കർത്താവിൻ്റെ വഴി, ആ വഴിയിൽ നടക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. നമ്മുടെ ഈ ജീവിതയാത്ര ഹല്ലേലൂയ, നമുക്ക് തിരക്കേറിയ ഓട്ടങ്ങളാണ്, നമുക്കൊന്നിനും സമയമില്ല. നമുക്കൊന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ, കുടുംബ പ്രാർത്ഥന നടത്താൻ പോലും നമുക്ക് സമയമില്ല. നമ്മളങ്ങ് തിരക്കാ. എനിക്കറിയാം ഈ രാജ്യത്ത് പല രാജ്യങ്ങളിലായിരിക്കുമ്പോൾ ചിലപ്പോൾ മോർണിംഗ് ഷിഫ്റ്റിലും ഈവനിങ് ഷിഫ്റ്റിലും ആയിരിക്കും ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്നത്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിപ്പാനുള്ള സമയം കിട്ടിയെന്നിരിക്കത്തില്ല, അല്ലെങ്കിൽ മോർണിംഗ് പ്രേയറിനുള്ള സമയം ലഭിച്ചെന്നിരിക്കത്തില്ല. പക്ഷേ നിങ്ങൾ ഉറങ്ങി എണ്ണീക്കുന്ന സമയം എപ്പോഴാണോ അപ്പോൾ എണ്ണീച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ സത്യത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. ആകയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നിൽക്കാം, ഒന്ന് പോസ് ചെയ്യാം, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം. ഹല്ലേലൂയ. അതിൽ ആ സത്യത്തിൻ്റെ പാതയിൽ നമുക്ക് നടക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ ജോലിസങ്ങളോടും കുടുംബത്തോടും ഉള്ള നന്ദിയെ, വിദേശ ഗ്രൂപ്പിലുള്ള എല്ലാവരോടുള്ള നന്ദിയെ സമയത്ത് അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.